പണിക്കൻകുടിയിലെ കൃഷ്ണൻ ചേട്ടൻ്റെ വീടാണിത്. കൃഷ്ണൻ ചേട്ടൻ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഏതാണ്ട് 20 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്ത് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സ്ഥലങ്ങൾ വാങ്ങിച്ചു. 3 മക്കൾ, അവർക്ക് 3 പേർക്കും വീടുണ്ടാക്കി കൊടുത്തു. ഭാര്യയ്ക്ക് ആഭരണങ്ങൾ, അങ്ങനെ വീട്ടിൽ നല്ല സൗകര്യമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നു കൃഷ്ണൻ ചേട്ടൻ്റേത്. എന്നാൽ ഗൾഫിലെ ജോലി കഴിഞ്ഞ് വന്ന കൃഷ്ണൻ ചേട്ടന് ഭാര്യയിൽ നിന്നുള്ളതായ ആ സമീപനം കൃഷ്ണൻ ചേട്ടനെ വല്ലാതെ വേദനിപ്പിച്ചു. ഭാര്യയ്ക്ക് ഒരു സ്നേഹവുമില്ല. ഭാര്യയ്ക്കെന്നല്ല, മക്കൾക്ക് പോലും ആ മനുഷ്യനോട് യാതൊരു സ്നേഹമോ ഒരു കടപ്പാടുമില്ല. തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി തന്ന ഒരു ആളെന്ന ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് അവർ അയാളോട് പെരുമാറുന്നത്. കൃഷ്ണചേട്ടൻ നല്ല ഒരു പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിൽ പോകാനുള്ളതായ സാഹചര്യം വന്നത്. ഗൾഫിൽ പോകാൻ വേണ്ടി പണമില്ലാഞ്ഞ് വീട് പണയപ്പെടുത്തിയാണ് അദ്ദേഹം ഗൾഫിൽ പോയത്. ഗൾഫിൽ ചെന്ന് പണമുണ്ടാക്കി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പണയം വെച്ചിരുന്ന വീട് തിരിച്ചെടുത്തു. എന്നാൽ അതിനു മുമ്പായിട്ട് തന്നെ വീട്ടിലെ വേറെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ താമസിക്കുവാൻ വേണ്ടി വേറെ സ്ഥലങ്ങളും വാങ്ങിച്ചു, വീടുകളും വെച്ചു, എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ വീടിനും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട ആ മനുഷ്യന് ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പലപ്പോഴും ആ വീട്ടിൽ വന്ന് താമസിക്കും, തനിയെ ആഹാരം ഉണ്ടാക്കും. ഈ ഭാര്യയോ മക്കളോ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. പലരും അയാളോട് പറഞ്ഞു, താനെന്തിനാ പേടിക്കുന്നത്, വിഷമിക്കുന്നത്? തൻ്റെ മക്കൾ ഇന്ന് നല്ല നിലയിലല്ലോ കഴിയുന്നത്, നല്ല വീടും അവർക്കൊക്കെയും കാറും ഒക്കെ ഉണ്ട്. തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലും അവർക്കും ആഭരണങ്ങളും തന്നെയല്ല, അവരുടെ പേരിൽ ബാങ്കിൽ കാശുമുണ്ട്. പിന്നെ താനെന്തിനാ പ്രയാസപ്പെടുന്നത്? അയാൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീടിനും വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് ഇന്നെന്നെ വേണ്ട. എന്നെ വേണ്ടാത്ത അവിടത്തേക്ക് ഞാൻ എന്തിനാണ് പോകുന്നത്? ഈ ഒരു ജീവിതമല്ല ഉള്ളൂ. എന്നെങ്കിലും ഈ ജീവിതം അവസാനിക്കുമല്ലോ. അതേ എൻ്റെ ആഗ്രഹമുള്ളൂ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി പോവുക. നാട്ടിൽ വന്ന ആ മനുഷ്യന് ഇന്നും വയ്യായെങ്കിലും, ശരീരത്തിന് നല്ല സുഖമില്ലെങ്കിലും വല്ലപ്പോഴും ആരെങ്കിലും വിളിച്ചാൽ പെയിൻറ്റിങ് ജോലിക്ക് ഇന്നും പോകും. അതിന് കിട്ടുന്ന പൈസ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിലവുകൾ നടത്തും. ദിവസവും പണിക്ക് പോകത്തില്ല, വല്ലപ്പോഴുമേ പോവുള്ളൂ. കാരണം ശരീരത്തിന് സുഖമില്ല. എന്നാൽ ഈ മക്കളോ ഭാര്യയോ ഇന്ന് ആ മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ച് തിരക്കുകയോ അന്വേഷിക്കുകയോ ഒന്നുമില്ല. പലരും പറയുന്നുണ്ട്, നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് താമസിച്ച്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലയോ അത്? ആ മക്കൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടത്? പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ ഒരു ചെറിയ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? അല്ല, ഇതങ്ങ് കൊടുത്തിട്ട് ആ പണം നിങ്ങളുടെ പേരിൽ ബാങ്കിലിട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന വീടാണിത്. ഒരു കുഞ്ഞു വീടായാലും എൻ്റെ മരണനാഴി വരെയും ഞാൻ ആ വീട്ടിൽ കഴിയും. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. അവർ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. പക്ഷേ അവരെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയെങ്കിലും ആ നന്ദിയും സ്നേഹവും എനിക്ക് അവരോടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മക്കൾക്ക് ആ നന്ദിയും സ്നേഹവും ഇല്ല. ആ മനുഷ്യൻ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. പല ഗൾഫിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന പലരുടെയും അനുഭവം ഇതാണ്. കഷ്ടപ്പാടിൻ്റെ വില അറിയാവുന്ന ഇന്ന് ആരുമില്ല. വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതറിയാൻ